അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ 1-ാം ബ്ലോക്കിലെ പള്ളി ഇന്നലെ രാത്രി കാട്ടാനകൾ ആക്രമിച്ചു. പള്ളിയുടെ ജനൽ, വാതിൽ എന്നിവ ആനകൾ തകർത്തു. മുൻപും ഈ പള്ളി കാട്ടാനകൾ ആക്രമിച്ചിരുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, പിന്നിൽ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വെറ്റിലപ്പാറയിലെ 1-ാം ബ്ലോക്കിലുള്ള പള്ളിയാണ്. നിരവധി ജനവാസ മേഖലയിലെ നിരവധി വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ എത്തുന്ന പള്ളി കൂടിയാണ്. പക്ഷേ ഈ സമയത്ത് രാത്രി ആന ഇല്ലാതിരുന്നത്, രാത്രി സമയത്ത് ആളുകളാരും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും പലരും രക്ഷപ്പെടാനായത്. നിരന്തരം കാട്ടാന ആക്രമണ ഭീതിയുള്ള സ്ഥലമാണ്. പലപ്പോഴും തോട്ടത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ ആന ആക്രമിക്കുകയും ആനശല്യം അതിരൂക്ഷമാവുകയും ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലും ഈ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുകയായിരുന്നു. രാത്രി എത്തിയ ആനക്കൂട്ടം പള്ളിയുടെ ഗ്ലാസുകളും മറ്റുമാണ് തകർത്തത്. അതിനുശേഷം ഏറെ നേരം നിലയുറപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ രാവിലെ ആളുകൾ എത്തി പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കും മറ്റുമായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആനയാക്രമണം ഉണ്ടായതും മറ്റും കണ്ടത്. പ്രദേശത്ത് തന്നെ ആനപ്പിണ്ടവും മറ്റും കണ്ടെത്തിയതുകൂടി ഉറപ്പിക്കുകയായിരുന്നു ആന ആക്രമണമെന്നും. ഏതായാലും വനം വകുപ്പ് അധികൃതർക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്ഥിരമായി ഇവിടെ പെട്രോളിംഗ് അടക്കം ഏർപ്പെടുത്തണമെന്നും വന്യജീവി ശല്യം തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം തന്നെ പ്രദേശത്തെ ജനങ്ങളുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വിനു. ഓക്കെ, താങ്ക് യു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ലെവിൻ കെ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.